ഹലോ ഗൈസ്, അപ്പം ചെറുതായിട്ടൊന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയി. ചാർജ് ഇല്ലേനി ഗൈസ്, എനിക്ക് അറിയില്ല അതിനെ പറ്റി. ഓക്കെ, ഞാൻ ഇച്ചന്നെ അറിയില്ല ഇതിന് ചാർജ് ഉണ്ടോന്ന്. അപ്പം നമുക്ക് ഇവിടുന്ന് എന്തായാലും ഇവിടെ വൂള് തന്നുകൊണ്ട് ലാഭായി ഗൈസ്. ബെഡിന് ഇനി ആടിനൊക്കെ വേണ്ട, ഇവിടുത്തെ എല്ലാ കൊടുക്കണം, പിടിച്ചേക്കാം. അതെന്തെങ്കിലും ആവശ്യം വരൂലേ? അപ്പം പിന്നെ കഴിക്കാം. സാധനം ഉണ്ടാക്കിയ ലാഭാണ്. നമുക്കതൊക്കെ വേഗം പോയി എത്രമാത്രം നമുക്ക് ഇവിടുന്ന് തന്നെ ഇതുണ്ടാക്കി പോകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിയാലേ നമ്മളിങ്ങനെ താത്ത വൈബായി വൈക്കോട്ടല്ലേ. അതായത് നമുക്ക് ഇത് സാധനങ്ങൾ നോക്കി ഇത് ഓക്കെ. അപ്പം ഇതുകൊണ്ട് വേറൊരു ഉപകാരമുണ്ട് കഴിച്ചാൽ ഞാൻ ഇപ്പം കാണിച്ചത്. ഇതേപോലെ ഇതിനൊക്കെ ഇങ്ങനെ പൊടിക്കാം, നമുക്ക് ബ്ലോക്കായി യൂസ് ചെയ്യാം. ക്രിയേറ്റീവിനായാലും എത്ര പറ്റൂടത്. ഓക്കെ, ഇത് കുറേ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ കിട്ടുന്നുണ്ട് എന്താ വെച്ചാൽ താറാവൊന്നുമില്ല കേട്ടോ, വേറൊന്നും ജീവിയാണ്. എന്താ താറാവാണവിടെ അത്രയും ഉയർത്തിട്ട് പറക്കണ്? താറാവല്ല തോന്നുന്നുണ്ട്, അറിയില്ല. 55 ബ്ലോക്ക് കിട്ടി. പിന്നെ എങ്ങനെയെങ്കിലും കയറാനുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ട. ഓക്കെ, ഈ തൊണ്ടിനെ കൊന്നാൽ എന്താ അറിയാം ഉപകാരം. ചിന്നോ അത്ര ബീഫ് നമ്മൾ കിഡ്നിയിലും അറിയാം. എന്താ വെച്ചാൽ ഒരുത്തനെ അടിച്ചാൽ ബാക്കി എല്ലാവരും വരും. അങ്ങനെയാണ് തോന്നുന്നു, അറിയില്ല. ഞാൻ കഴിച്ചപ്പോഴും അങ്ങനെയാണ് കണ്ടത്. ഇവിടെ വായന ആടൊക്കെ എടുത്തേക്ക് കഴിച്ചത്, അത് എന്തെങ്കിലും ആവശ്യമൊന്നുമല്ല. പിന്നെ ആകപ്പാടെ കൊടുക്കുന്നില്ല. കോൾ ആവശ്യമാണ്. കോള് കുറച്ച് ബട്ടപ്പ് ഞാൻ കോളൊന്ന് കുറച്ച് ആ ടെസ്റ്റിന് വെച്ച് കോൾ കിട്ടിയില്ല. കോളും കൂടി കിട്ടുകയാണെങ്കിൽ ലാഭമായി. ഇനി വില്ലേജ് തപ്പി പോകണം, അതാണ് ഇനി ശോകം. ഈ വില്ലേജ് വീട് ഇപ്പം ഇതെന്തോ സുഖടേ വന്നിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലല്ലേ ഉള്ളുവരൊക്കെ ഫുഡ് ഇപ്പോൾ റോർച്ചി തീർന്നു തൽക്കാലത്തിന്. ബെഡ് കയ്യിൽ വെക്കണം. ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങോട്ട് മാറ്റിയാൽ അതിനുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ഇവിടെ ഫുഡ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പോവാടെ, അല്ലെങ്കിൽ സ്റ്റോണില്ല. മൈ ഗോഡ്, ഞാൻ കുറച്ച് സ്റ്റോണ് പറക്കണമല്ലോ. ഇനി ഉണ്ടാവും ഇവിടെ കൊണ്ട്. നൈറ്റ് ആവുമെന്നാണ് എൻ്റെ പേടി. നൈറ്റ് ആവാനായിട്ടില്ല.
ഗൈസ്. പിന്നെ ഗൈസ് ഇതിപ്പോൾ ഡയമണ്ട് പിക്കാക്സ് അതല്ല, പടവടയെ പൊട്ടും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഏത് ഹൗസാണ് ആദ്യമെന്ന് ഞാൻ പറയാറ്. അതും ഇനി ഞാൻ പറഞ്ഞു പോയി ചോർന്നില്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ സാധാ മുകളിൽ ഉണ്ടാക്കുന്ന ഹൗസാണോ അതോ താഴത്തെ ഒരു സെറ്റപ്പ് ഹൗസാണോ, ഏതാ നിങ്ങൾക്ക് വേണ്ടേ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യും, അത് നിങ്ങൾക്ക് കിട്ടുന്നു. ആർക്കും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, പ്രശ്നമില്ല. ഞാൻ ഓലത് സ്വീകരിക്കുന്നതാണ് ഉറപ്പാണ്. അത് മാത്രമല്ല, ആ കമൻറ്റ് ചെയ്ത ആള് ആ നമ്മളെ പെരൻ്റെ മുന്നിൽ വില്ലേജ്, ഓ മൈ ഗോഡ്, വില്ലേജ് ഇട്ടി. അത് ഇച്ചിരി കൂടിയതാണ് എന്നോട്. ഇനി വീടൊക്കെ സെറ്റപ്പ് വേഗം തുടങ്ങും ഗൈസ്. അപ്പം നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾ ഇത് ആദ്യം ആരെ കമൻറ്റ് ചെയ്യണേ ഓലെ പേര് ഞാൻ നമ്മളെ പെരൻ്റെ മുന്നിൽ വെക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ വേഗം കമൻറ്റ് ചെയ്യാൻ തുടങ്ങിയേ. ഓക്കെ, അതിൻ്റെ മുമ്പ് ഇതുണ്ടായിക്കോ ഇത് കത്തട്ടെ. അപ്പോൾ നമുക്ക് ആ റൂയിൻ്റെ പോസ്റ്റിനൊന്ന് കൊള്ളടിക്കാം. കൊള്ളടിച്ചാൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ടെസ്റ്റിലെന്തുള്ള പോസ്റ്റാണേ? 40 ചന്ദ്രയ്ക്ക് നോ പാക്ക് എന്താ അറിയില്ല. ഗോൾഡൻ ആപ്പിൾ, ക്ലോക്ക്. അത് നല്ല സാധനമാണ്. ഇത് നല്ല സാധനമാണ് കേട്ടോ. നമുക്ക് ആരോ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇവിടെ അവിടെ ഗോൾഡ് ഉണ്ട്. ഗോൾഡിൻ്റെ ഇപ്പം ആവശ്യമുണ്ട്. ഗോൾഡിൻ്റെ ആവശ്യമില്ലല്ലോ, എന്നാൽ നമുക്ക് എടുത്തേക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് കഞ്ഞി വെക്കാൻ നല്ലതല്ലേ. ഇവർക്ക് വില്ലേജ് പറഞ്ഞാൽ ഇവിടെ ഇത് എത്ര അതൊന്നും കാട്ടിയില്ലല്ലോ. കാട്ടണേ ബാക്കിൽ കൊച്ചി കണ്ടിന്യൂ ആണ്. അതെന്നാ ചാക്കാൻ ഇവിടെ വില്ലേജസ് ഇല്ല പറഞ്ഞാ. വില്ലേജസ് ഇല്ലാത്തവര് നമ്മളെ ബ്ലാക്ക് സ്മിത്ത് നോക്കണത്. അത് സാധാരണ വില്ലേജ് ഒന്നുമില്ല, കൂടി വില്ലേജ് ആണല്ലോ. അതായത് ലൊട്ടുണ്ടോ വല്ല ലൊട്ട്. എങ്കുളമാമ ഉണ്ട്. നമുക്കിപ്പോൾ ആ എങ്കുളത്തിൻ്റെ ആവശ്യമില്ല കഴിയും. കാരണം നമ്മളിപ്പോൾ തന്നെ റിച്ചായി റിച്ച്. നമ്മളൊന്നും ബ്ലാക്ക് സ്മിത്ത് കാണില്ലല്ലോ കൈ. ഇത് വലിയ വില്ലേജാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് വലിയ വില്ലേജാണ് തോന്നുന്നുണ്ട്. ബ്ലാക്ക് സ്മിത്ത് കാണില്ല. എന്തെങ്കിലും ഈ ഫർണിച്ചർ നമ്മൾ കുക്ക് ചെയ്യാൻ അത്യാവശ്യം ഇവിടൊക്കെ എന്തൊക്കെ ഉണ്ട് കഴിച്ചറിയില്ല. പുതിയ സ്ട്രക്ചേഴ്സ് അല്ല നമ്മളെ ഇതോടെ അതപ്പുറത്താണ് തോന്നുന്നത്. നമുക്ക് ഏതായാലും ഇപ്പം ഇവിടെ നോക്കിയേക്കാം. ഇവിടെ ഇനി എന്താണ് ആ അവസ്ഥ. നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇത് ചിലതിന് ദേഷ്യം ഉണ്ടാവും, ചിലതിന് ദേഷ്യം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഗൈസ്. ഇതിനും ദേഷ്യമില്ല, പക്ഷെ നമ്മൾ ദേഷ്യം പിടിപ്പിച്ചു. ഇതെന്താണ് നമ്മൾ കാട്ടുമോ? കാട്ടിൽ രണ്ട് വെള്ളത്തിൻ്റെ വിളിച്ചത്. ഇതെന്താണ് ഞാൻ ഒന്ന് കയറി വെക്കടാ. ഇവിടെ ഉണ്ടല്ലോ.
ഇതെന്താ സ്ലൈം സ്ഥല ജസ്റ്റ് അവിടെ എമറാൾഡ് വാരി വെച്ചെന്നില്ല 18 സ്ലൈം ബോള് ഉണ്ടായിക്കോട്ടെ. നമുക്ക് എന്തെങ്കിലും അങ്ങനെ എന്തോ സാധനം അതുണ്ടാക്കാൻ ഉപകാരപ്പെടും. പിന്നെ വേറെ ചെസ്റ്റ് പ്ലേറ്റ് ഒന്നും ഇപ്പം ഞാൻ കാണില്ല. ലൈൻ ബ്ലോക്ക് ഉണ്ട്. നമ്മളെ ഫുഡ് പോയിക്കാട് വേഗം എടുത്തിട്ട് നമ്മളെ ഫുഡ് ഹങ്കർ ലെവൽ വേഗം. ഇപ്പം ഹങ്കർ ലെവൽ കുറയണില്ല, കുറച്ച് കുറേ ഉണ്ടായി. അവിടെ ഇവിടെയാണ് വെച്ചത്, അറിയില്ല ഇവിടെ വെച്ചത്. റൂമിൻ്റെ പുറത്തുണ്ട്, അതിൻ്റെ അപ്പുറം തന്നെ ഉറപ്പാ. അതാ അവിടെ തന്നെ. ഈ വീഡിയോ ഇവിടെ ചെല്ലേണ്ടി വരും. കുറച്ചും കൂടി ഉണ്ടായിക്കോട്ടെ. ഇതും കൂടി ഇങ്ങോട്ട് വരച്ചേക്കാം. നമ്മൾ 11 ആയി വീഡിയോ റെക്കോർഡായി. 11 നമ്മളെ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലേ, അപ്പം ഒരു റെക്കോർഡ് ഉണ്ടായിനി, അപ്പം റെക്കോർഡായി. നൈറ്റ് ആവും അതുകൊണ്ട് ബാക്കി നമുക്ക് അപ്പം തന്നെ സ്വിച്ച് ഓഫ് ആകാൻ പോവാണ്. ഇങ്ങനെ കോയിന് കൊല്ലണം. കോയിന് വന്നാൽ ഗുണുണ്ട്. എന്താ ഗുണം പറഞ്ഞാൽ പല വില്ലേജത്തെ ബെഡിൽ ഞാൻ കടക്കുന്നില്ല. നമുക്ക് ഇവിടെ കടക്കാം. കാരണം വെച്ചാൽ ഒരു വില്ലേജിൽ കടക്കുമ്പോൾ ഓക്കെ. നൈറ്റ് ആവണില്ലല്ലേ, നൈറ്റ് ആവാൻ പോകുന്നല്ലോ. ഇവിടെ 2 വില്ലേജസ് ട്രാപ്ഡ് ആയിരിക്കുന്നു. അറക്കടേ അന്നോടല്ല ഇറങ്ങാൻ പറഞ്ഞേ. എന്തിനും ആരും വിശ്വസിച്ചേ നമുക്കൊരവസ്ഥയാണ് ഇപ്പോൾ. പക്ഷെ ബ്ലാക്ക് സ്മിത്ത് ഇല്ലല്ലോ. ഇതേതാ വരെ ഇതേതാ കൂടി വരുന്നത്? 2 ബ്ലാക്ക് സ്മിത്ത് ഇല്ലാതെ ഓരോ എനിക്ക് എന്തോ തന്നാൽ അടുപ്പിച്ച എന്താ നമ്മളടുത്ത് പറഞ്ഞു ഡയമണ്ട് ഉണ്ടല്ലേ, ഡയമണ്ട് ഇരിക്കാൻ പറ്റും അറിയില്ല. ഈ ഫോട്ടോ എടുത്ത് എന്തെങ്കിലുണ്ടാവും. പിന്നെ പുറത്തായിട്ടാണ് അജമിയെ എനിക്ക് എന്തൊക്കെ തരാം. പിന്നെ ഇപ്പം പാട്ട പോയിപ്പം അതിനാല്ലോട്ട് കാട്ടിയേ ഓൻ തന്നെ പോവാ. ഇതൊക്കെ തീരെ പറ്റാഞ്ച് അല്ലാത്ത ഓരോ സാധനങ്ങൾ വെക്കും. അതിൻകോളനി അതിൻ്റെ ഉള്ളിൽ പോയി കൊടുക്കല്ലേ. പിന്നെ അവിടെ മറക്കാം. അവിടെ ഞാൻ അറിയാതെ അടിച്ചതാ. ഞാൻ മറക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഞാൻ അടിച്ചണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ആ ബ്രദറിനെ നമ്മൾ അറിയാതെ അടിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് നൈറ്റ് ഇവിടെ സ്കിപ്പ് ആയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഇപ്പം തന്നെ വീടിനെ റിസോഴ്സസ് തുടങ്ങിയാലോ. നമുക്ക് അടുത്ത വീട് ഉണ്ടാക്കാം. നമ്മുടെ തോക്കുണ്ടോ? ഏകദേശം 1 ബ്ലാങ്ക് ആയതുണ്ട്. നമ്മുടെ അടുത്ത് പിന്നെ ഡയമണ്ട് ആണ്. പിന്നെ പേടിച്ചല്ല, പേടിച്ചാൽ പൊട്ടിയാവുമ്പോ ഇത് വേഗം പൊട്ടിക്കാൻ പൊട്ടിക്കാൻ
പോയില്ല, ആരില്ലാത്ത പോവില്ല. ഇവിടെ വുഡ് സാധനമല്ലോ. മാക്സിമം സാപ്ലിങ്ങും കൂടി കളക്ട് ചെയ്യാന്നാണ് അർത്ഥം. അല്ല, മറ്റോൻ്റെ അടുത്ത് സാപ്ലിങ് ഇട്ടിട്ടോ, അത് ശരിയാ. അടക്ക് ഇവിടെ വുഡൊന്നും സാധനമില്ല തോന്നി. ഡയമണ്ട് ആർമർ ഇട്ടിട്ടാണ് ഇവിടെ ഇത്രയും ബാഡ് ഹങ്കർ ലെവൽ കുറയുന്നു. അറിയില്ല. ഇവിടെ നമ്മുടെ കയ്യിലൊക്കെ സ്മോക്കറുണ്ട്. അതിൽ ഫുഡ് വേഗം ആവുന്നല്ലോ അറിവ്. അങ്ങനെയൊക്കെയാണ് കേട്ടത്. നമ്മളതിന് സാധനം കേട്ടെ ഇല്ലേ സാപ്ലിങ് ഇല്ലേ, നമ്മളെന്ത് കാട്ടും? സാപ്ലിങ് അപ്പുറത്ത് എടുത്തിട്ട് കൊണ്ടുപോയി. നമ്മൾ ഈ ഇവിടെ കോർഡിനേറ്റ് ബ്രദർ നമുക്കാണെങ്കിൽ നിനക്ക് പോകണില്ല. അത് നമുക്ക് മച്ചമ്പി വാ. മച്ചമ്പി ഇവിടെ എത്തിയില്ലേ? വേഗം വാ മച്ചമ്പി. മച്ചമ്പിയെ ബാ. ഓ വള്ളൊക്കെ ഇതാക്കണേ. ഓ അതിന് ആദ്യമായിട്ടാട്ടോ കാണണേ. ബാ ജിൻ്റെ കൂടെ എൻ്റെ പെറ്റായും മൈൻക്രാഫ്റ്റ് ബെസ്റ്റ് പെറ്റാണ്. നിന്നെ ആരെങ്കിലും കൊന്നവനെ അവനക്കുള്ള ഫുൾ റിവെഞ്ച് ഞാൻ ഉണ്ടാവും, ഉറപ്പാണ്. അന്നെ അത്രയും വേണമെങ്കിൽ എന്നെ ഒബ്സിഡിയനിലടക്കം വെച്ചാണ് ഞാൻ വാങ്ങിച്ച പ്രശ്നമില്ലടേ. ബ്രദർ എനിക്ക് ഇങ്ങോട്ട് വാ. മച്ചമ്മ കാട്ടരുത് കേട്ടോ, ഈ വെറുതെ കാട്ടറിച്ച് ഇഷ്ടമല്ല കേട്ടോ. വെറുതെ കാട്ടിയാൽ ഇതേപോലെ ഇക്കടെ അവസ്ഥ. ഓക്കെ, നമ്മളെ മച്ചാനെ വിട്ട് നമ്മക്ക് പോവാം. ഇപ്പൊ തന്നെ നയിക്കാ. സമാധാനം കിട്ടൂല. മച്ചാൻ നമുക്ക് വേണമെങ്കിൽ കെട്ടിയൊക്കെ ഉണ്ടോ മച്ചാനെ? ആ മച്ചാൻ വെക്കണം. അതിനൊക്കെ എനിക്കുള്ള എല്ലാ സെറ്റപ്പും ഞാൻ ഉണ്ട്, പേടിച്ചണ്ട. എവിടെ ഉണ്ടാക്കുന്ന സാധനം എന്താ? ഫെൻസ് ഉണ്ടാക്കിയ ഉണ്ടാക്കാൻ വേണ്ട സ്ഥലം. ഓക്കെ, നീ അങ്ങോട്ടും പോവില്ല മച്ചാനെ. അല്ലെ ഡോഗിനാണെങ്കിൽ കാട്ടൂടെ? ഇല്ലല്ലോ, കാട്ടൂല എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. നമുക്ക് ഡേ 3 നൈറ്റ് 4ാമത്തെ ഡേ നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യും. നമ്മളെ ബോണില്ലല്ലോ നമ്മളെ കയ്യിൽ. ഈ ബോൺ ഉണ്ടാക്കാൻ പറ്റുമോ? അതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ബോൺ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഉണ്ടാക്കാൻ പറ്റില്ലെന്നാണ് എൻ്റെ മനസ്സ്. ഇല്ലടേ, ബോൺ ഉണ്ടാക്കാൻ പറ്റില്ല.
നോക്കിക്കോ. ഈ ഡബ്ബോ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ അമ്മ ഉണ്ടാക്കി, അല്ലെങ്കിൽ പിന്നെ രാത്രി ആകെപ്പാടെ ശല്യം. നമ്മളിപ്പോൾ വീടിനൊരു സ്ഥലം കണ്ടെത്താൻ പറ്റും, എന്നിട്ട് കുറച്ച് പണി കാണാം. നമ്മൾ ഈ വില്ലേജ് മൊത്തത്തിൽ കാണാൻ പറ്റിയത് എൻ്റെ മനസ്സാരെങ്കിലും ഇവിടെ ഉണ്ടാക്കാൻ കുറച്ച് ഹൈറ്റ് വില്ലേജൊക്കെ കാണാം. ഉറപ്പിച്ചു സ്റ്റേജ് മുപ്പറോടും വെച്ചെന്താ കാണുന്നു തോന്നിയ നമുക്ക് ഇവിടെ ഉണ്ടാക്കാല്ലേ. ഓയ് ബേബി വില്ലേജർ, ബേബി വില്ലേജർ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അതിന് മുമ്പ് വുഡ് കയ്യിലോട്ട് എടുക്കാം. ഇതിൻ്റെ പിന്നെ മറന്ന് നമ്മൾ കമന്റ് ചെയ്യണ്ടേ. അല്ലാതെ വീടുണ്ടാക്കാൻ പറ്റൂല. അയ്യോ കുഞ്ഞിൻ്റെ ഇപ്പം ഞാൻ ഇതല്ല, നമുക്കിപ്പം ഇവിടെ ആണെങ്കിൽ ട്രീ ഹൗസ് ഉണ്ടാക്കും. നമുക്ക് വീട് ഉണ്ടാക്കാം. ഇതിന് ബേസ്മെന്റ് ചിലപ്പോൾ സ്റ്റോറേജ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ട്രീ ഹൗസ് മനസ്സിലാണ്. ട്രീ ഹൗസ് നമുക്ക് ഈ ഫാമിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയാലേ പിന്നെ നമുക്ക് ഫെൻസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. വേണ്ടേ? പക്ഷെ നമ്മൾ ഇങ്ങനെ ഇപ്പം ഇങ്ങോട്ട് കയറുവാണ്. ഇതിൽ എൻട്രൻസ് ഇല്ലേ? ഉണ്ട്. തുറന്ന ആൾക്കാർ കാത്തിക്കാണ് നോക്കാൻ. ആണോ? അങ്ങനെ എല്ലാവരും രക്ഷപ്പെടണം. ഒന്നൊന്ന് ഇവരൊന്ന് മാറുന്ന ഇച്ചിരി കൂടി സുഖമായിരുന്നു എനിക്ക്. ഇവിടെ എല്ലാരും നടക്കണേ. അതറിഞ്ഞപ്പോൾ അങ്ങനെ ഇത് വേറെ പ്രശ്നമുണ്ട്. ദേഷ്യം മുടിച്ച് എന്തത് അടങ്ങി കൊണ്ടിരിച്ച് മതി. കൂടുതൽ വ്യൂ ഉണ്ടാവാറുണ്ട്. കാലം എന്ന് വെച്ചാൽ അതങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫ്ലാഗ് വെക്കണം, ലീവ്സ് വെക്കാം. അത് രസമുണ്ടാകും. നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വൈകുന്നല്ലേ. അല്ല, ഇത് ഉണ്ടാക്കാനും പറ്റുമോ? സ്ലൈം ബോൾ ഉണ്ടല്ലോ, അല്ല സ്ലൈം ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഡെക്കറേഷൻ സാധനം കിട്ടിയിട്ടുണ്ട്. കളക്ട് ചെയ്താലോ? ഊമ്പിയിട്ടുണ്ട്. നിങ്ങളെപ്പോഴും ക്ലച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഊമ്പാൻ അങ്ങനെ ഊമ്പിയത്. പൊങ്ങ്
പൊങ്ങിയത് ഊമ്പി പരിപാടി കൂടിയാണ്. ഇത്ര പെട്ടെന്ന് ഞാനൊന്നും ഇതായിട്ടുള്ളു അപ്പത്തിന് നയിക്കേ തോന്നാണേ എല്ലാവരും കാര്യമായി അല്ല ഇവിടെ ട്രാപ്പാണല്ലേ എന്നാ കണ്ണൊക്കെ പോയിക്കോ എല്ലാവരും പോയിക്കോ പ്രശ്നമില്ല പോയി കടന്നിറങ്ങും നിങ്ങളെല്ലാവരും ചാവാൻ എന്നെക്കൊണ്ടും പറ്റുക ആയിക്കോട്ടെ സുഖല്ലേ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ് 30 നമ്മൾ വീഡിയോ ഇവിടെ ചെന്നൈത്തല്ലേ നമുക്ക് നമ്മൾ ഈസിൻ്റെ പരിപാടി കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗൈസ് നിങ്ങൾക്കും പുതിയ ഡെക്കറേഷൻ അറിയാവുന്നെങ്കിൽ നിങ്ങളത് പറയും നമുക്ക് ഡെക്കറേഷൻ യൂസ് ചെയ്യാം നമുക്കും കുറച്ച് അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടില്ല അതൊന്നും മാറ്റണം ഞാൻ കഴിക്കാണ്ട് മാറ്റണം എന്ന് പറയാം ഇതിൻ്റെ ക്ലച്ചപ്പുറം മുമ്പുണ്ട് ഞാൻ വലിയ ക്ലച്ചറൊന്നുമില്ല താകപ്പാട് ഊമ്പിയൊരു സംശയം ഇത് ഊമ്പി വന്നിട്ട് ഇനി നമുക്ക് ലാൻഡേണൊക്കെ വെക്കുമ്പോൾ റെഡിയാവും ലാൻഡേണൊക്കെ വെക്കുമ്പോൾ റെഡിയാവും പിന്നെ പോവാനേ ജൂലേ പോവാൻ കഴിയണം ഇതൊന്ന് മാറ്റി പിടിച്ചിടേ ഓക്കെ സെറ്റപ്പാ ഇത് മതിയില്ലേ നമ്മളെ അയങ്കോള മാമ ചാവാനയോ അയൺ ഉണ്ട് വിചാരിച്ച അങ്ങനെ ചാടലിച്ചത് ആവശ്യമുണ്ട് കൂടുതൽ അയണോടൊക്കെ കുറെ ആവശ്യമുണ്ട് നമ്മളെ എന്തായ മാറ്റി ഒച്ചപ്പയ്ക്ക് ഇപ്പോഴും നമ്മളോട് ദേഷ്യമുണ്ടോ ഇല്ലല്ലേ ആൾക്ക് നമ്മളോട് ദേഷ്യമില്ല പച്ചപ്പ ധൈര്യണ്ടെങ്കിൽ വാടാ ധൈര്യണ്ടെങ്കിൽ വാ ആരൊന്നും നമ്മൾ വിചാരം വരെന്താ നമ്മളടുത്ത് മാപ്പ് ഉണ്ടല്ലേ മാപ്പിൽ കാണാൻ കഴിയില്ലല്ലോ ശീലം ഇട്ടുണ്ടാവും ഇത് മാറ്റാൻ സ്ഥലം നമ്മളെ കൈക്ക് അയണം തീരാനായിരുന്നു ഇനി നൈറ്റോ പോണെന്നാ കേട്ടല്ല നൈറ്റ് കൈയാണ് ഞാനില്ല ഓ കഴിച്ചപ്പോൾ നമ്മള് മാമ ഇവിടെ ഉണ്ട് ഫുള്ള് സെറ്റപ്പാണ് ആള് ചക്കത്തൊന്നുമില്ല ആള് ഫുള്ള് സീനാണ് മാമ സുഖല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെന്നൈക്കാണ് ഫസ്റ്റ് എപ്പിസോഡിലെ ഡയമണ്ട് ആർമർ അയണും അപ്പൊ നിങ്ങൾ ഇതേപോലെ ഇനി കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നിങ്ങള് സപ്പോർട്ട് ചെയ്യണം പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് പാർട്ടിൽ ഇതാക്കാൻ എന്താ വെച്ചാ വീടുണ്ടാക്കാൻ ഫസ്റ്റ് കമന്റ് ചെയ്യാൻ നോക്കാം പിന്നെ പേര് വെക്കും പറഞ്ഞാൽ വെച്ചിരിക്കുന്നതായിരിക്കും അതിനൊരു വ്യത്യാസം ഉണ്ടാവില്ല ഇന്റെ പേരുണ്ടാവും അതിനൊപ്പം പേര് അപ്പുറത്തെ അയാളുടെ പേര് ബ്രോന്റെ ചിലപ്പോൾ നമ്മൾ ഇമെയിലൊക്കെ ഉണ്ടാവും പക്ഷെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പേര് വേറെ ആവും അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങളെ പേര് പറയാട്ടോ ഇതാണ് എൻ്റെ പേര് അപ്പോൾ ഇന്നതാക്കണം എന്നൊക്കെ നിങ്ങൾക്ക് പറയാം അപ്പം ഈ വീഡിയോ ഇവിടെ ചെന്നിരിക്കുകയാണ് ബൈ.